അമൃത. ഓ, കുരിശ്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് പറ. അമൃത അമൃത എന്ന് വിളിച്ച് സമയം കളയാതെ കുറച്ച് പുച്ഛത്തിൽ തന്നെ പറഞ്ഞു. അമൃത, സത്യത്തിൽ ശബരി തന്നെ ചതിച്ചിട്ടില്ല. നിങ്ങളെ തമ്മിൽ അകറ്റാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയൊരു സ്റ്റോറിയാണ് അന്ന് തന്നോട് പറഞ്ഞതൊക്കെ. ചുരുക്കി പറഞ്ഞ തന്നോട് ഞാൻ പറഞ്ഞതൊക്കെ പച്ചക്കള്ളമായിരുന്നു. ഞാൻ കൊടുത്തവളുടെ കവിളിന് ദേഷ്യം സഹിക്കാതെ വന്നപ്പോൾ ഞാൻ അവളുടെ കഴുത്തിന് കയറി പിടിച്ചു. ശ്വാസത്തിന് വേണ്ടി പിടയുന്നവളെ നിലത്തേക്ക് തള്ളിയിട്ടു. അമൃത, ഞാൻ പറയുന്നത് കേക്ക്. നീ ഒന്നും പറയണ്ടടി മോളെ. നിന്നെയൊന്ന് ഞാൻ കൊല്ലോടി പിശാചേ. നിലത്ത് വീണവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ചു. നീ ഒറ്റൊരുത്തി കാണാം ഞാൻ എന്തൊക്കെയാ പാവത്തിനോട് കാണിച്ചു കൂട്ടിയത്. അതിനെല്ലാം കൂടി ചേർത്ത് നിനക്കൊന്ന് തരാതെ വിടിലടി. അവളുടെ ഇരു കവളിൽ ഞാൻ മാറി മാറി അടിച്ചു. എന്നാ പെട്ടെന്നാരോ എന്നെ തള്ളിയിട്ടു. ആരാണെന്ന് നോക്കിയപ്പോ എന്റെ കേട്ടോ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കവിളിലെ പാടി പതിയെ തൊട്ടു നോക്കിയിട്ട് വേദനയുണ്ടോന്ന് ചോദിക്കുന്നു. അവളാണെങ്കിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് പേടിയോടെ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. ആ കാഴ്ച കണ്ടത് എനിക്ക് എന്റെ സമനില തെറ്റുന്നത് പോലെ തോന്നി. അവരുടെ അടുത്തേക്ക് ചെന്ന് അവളെ പിടിച്ചു മാറ്റി തല്ലാനായി കൈയോങ്ങിയതും ശംഭൂസ് എന്നെ പിന്നിലേക്ക് തള്ളി. നിനക്ക് എന്തിന്റെ സുഖേടാ? ഒന്നാമതേ അവൾക്ക് വയ്യ, അതിന്റെ കൂടെ നിന്റെ ഉപദ്രവം കൂടി അവൾ എങ്ങനെ സഹിക്കും? നിങ്ങൾക്ക് എന്താ മനുഷ്യ, തലയ്ക്ക് സുഖമില്ലേ? ഇവൾ ഒറ്റൊരുത്തി കാണാ നമ്മൾ പിരിഞ്ഞത്. എല്ലാം അറിഞ്ഞിട്ട് നിങ്ങൾ എന്തിനാ ഇവളെ ചേർത്ത് പിടിക്കുന്നെന്നാ എനിക്ക് മനസ്സിലാകാത്തത്. മാറി നിക്കടി എന്റെ ഭർത്താവിന്റെ അടുക്കുന്ന്. മറ്റൊരുത്തിയുടെ ചെറുക്കനെ തൊട്ടെടുക്കുന്ന പിഴ. ആ കവളിലെ നീറ്റലിൽ നിന്ന് മനസ്സിലായി ശംഭൂസിന്റെ കൈയുടെ ചൂടറിഞ്ഞിരിക്കുകയാണെന്ന്. ശംഭൂസേ. കവളെ കൈവച്ച് നിറഞ്ഞ കണ്ണുകളോടെ അവനെ വിളിച്ചത്. മിണ്ടരുത് നീ. ഈ ഒരു വിളിക്കാൻ ഞാൻ ഒത്തിരി കാത്തിരുന്നിട്ടുണ്ട്. നിനക്ക് എന്ത് യോഗ്യതയടി ഇവളെ തല്ല? ഇവളെന്തെങ്കിലും വന്ന് പറഞ്ഞപ്പോ തന്നെ നീ എന്നെ വേണ്ടെന്ന് വെച്ചവളല്ലേ? അത്രേ ഉള്ളായിരുന്നു നിനക്ക് എന്നോടുള്ള സ്നേഹം. പ്രണയിക്കുമ്പോ വേണ്ടത് പരസ്പര വിശ്വാസമാണ്. അത് നിനക്കില്ലെന്ന് നീ തെളിയിച്ചു കാണിച്ചു. അതിനു മുമ്പ് നീ ആദ്യം സ്വന്തം തെറ്റിനെ എങ്ങനെ ന്യായീകരിക്കുന്നേ? അതും കൂടി പറ. ശരിയാ, ഞാൻ തെറ്റ് ചെയ്തു. ഒരുത്തിയുടെ വാക്കും കേട്ട് എന്നെ പ്രാണനായി സ്നേഹിച്ചവനെ സംശയത്തിന്റെ പേര് വേണ്ടാന്ന് വെച്ചത്. അതിനെ ഏതൊക്കെ രീതിയിൽ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ചെയ്തത് തെറ്റ് തന്നെയാണ്. ശംഭൂസിനെ ഒത്തിരി ദ്രോഹിച്ചു. കുത്തുവാക്കുകൾ കൊണ്ട് പലതവണ വേദനിപ്പിച്ചു. ഇതിനൊക്കെ എങ്ങനെ പ്രായച്ചിത്തം ചെയ്യും? അറിയില്ല ഒന്നും. അവളെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ശംഭൂസിനെ കാണുന്തോറും ഞങ്ങൾ തമ്മിൽ ഒത്തിരി അകന്നു പോയതുപോലെ തോന്നും. ആ കാഴ്ച കാണാൻ ത്രാണിയില്ലാതെ ഞാൻ പിന്തിരിഞ്ഞ് നടന്നപ്പോഴാണ് എനിക്ക് ചുറ്റും കൂടി നിൽക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കുന്നത്. അവരിലും ചെറുതായി മുറുമുറുപ്പ് ഉയർന്നിട്ടുണ്ടായിരുന്നു. കണ്ണുനീരിനെ തട്ടിമാറ്റി അവിടെ നോടി ഏതോ ബസ് വന്നത് ഞാൻ ആ ബസ്സിൽ കയറി. എങ്ങോട്ട് പോകണമെന്ന് നിശ്ചയമില്ലാതെ നിൽക്കുമ്പോഴാണ് മാളുവിനെ ഓർമ്മ വന്നത്. എങ്ങനെയോ അവളുടെ വീട്ടിലെത്തിയതും എന്നെ പെട്ടെന്ന് കണ്ട ആശ്ചര്യത്തിൽ, ആഹാ, നീ എന്താടി ഒരു മുന്നറിയിപ്പുമില്ലാതെ എന്നവളുടെ ചോദ്യത്തിനുള്ള മറുപടി നൽകാതെ അവളുടെ മുറുകെ കെട്ടിപ്പുണർന്ന് അലറിക്കരഞ്ഞ് എന്റെ സങ്കടങ്ങളെല്ലാം ഒഴുക്കിവിട്ടു. 3 മാസങ്ങൾക്ക് ശേഷം ശാന്തസുന്ദരമായ സ്ഥലം, ഒരു പോസിറ്റീവ് ഫീലൊക്കെ തോന്നും. ഒരു എഴുത്തുകാരിക്ക് കഥ എഴുതാൻ പറ്റുന്ന ക്ലൈമറ്റ്, ബട്ട് എനിക്ക് വായി നോക്കാനുള്ള ക്ലൈമറ്റ്. അമ്മോസേ, എങ്ങനെയുണ്ടടി? 2-3 കൊള്ളാടി. ശവം. ഈ കോപ്പെ, നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് നല്ല ചൊങ്കൻ ചെക്കമ്മ വരുമ്പോ യു കോൾമീന്ന്. ആ എന്റെ മാളൂട്ടി, ഇങ്ങനെ ദേഷ്യപ്പെടാതെ. ഇപ്പോഴൊരു വൈറ്റ് ടീഷർട്ടൊക്കെ ആയിട്ട് ജിമ്മൻ ചേട്ടൻ അകത്തോട്ട് പോയിട്ടുണ്ട്. ഞാനാണെ അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഓഹോ, അങ്ങനെയാണ്. എന്നാ പിന്നെ ആ ജിമ്മന്റെ ചോര ഊറ്റി കുടിച്ചിട്ട് തന്നെ കാര്യം. അങ്ങനെ ആ ജിമ്മൻ ചേട്ടൻ ഫോണിൽ ആരോട് സംസാരിച്ചോണ്ട് വന്നത് ഞാനും മാളും ആ ചേട്ടനെ തന്നെ വായും പൊളിച്ചു നോക്കി നിന്നു. അയാൾ കാറി കയറിയിട്ട് ഞങ്ങളുടെ ഭാഗത്തേക്ക് നോക്കി സൈറ്റ് അടിച്ച് പറപ്പിച്ചൊരു പോക്ക്. ഡി, ഇപ്പൊ ഇവിടെ എന്താടി നടന്നേ? ആർക്കറിയാം. എന്റെ ഊഹ ശരിയാണെങ്കിൽ അവന് നമ്മളെ പോലെ വായി നോക്കിയാവും. അയ്യോ, ഞാൻ പറയാൻ വന്ന കാര്യം മറന്നു. ഡി അമ്മൂസേ, ആ സീനിയർ ഡോക്ടർ നിന്നെ തിരക്കുന്നുണ്ട്. എന്തിന്? എനിക്കറിയില്ല. അങ്ങനാണെങ്കിൽ അവിടെ കലിപ്പിച്ച് നിൽപ്പുണ്ട്. നീ എന്തെങ്കിലും പറഞ്ഞ് അയാളുടെ ചൂടൊക്കെ കുറച്ചൊന്ന് തണുപ്പിക്ക്. എന്നാ പിന്നെ അങ്ങനെ അടുത്ത് ഫ്രിഡ്ജ് വെച്ചാ പോരെ. മോളെ, ഇത് തമാശിക്കാനുള്ള ടൈമല്ല. അല്ലെങ്കിൽ തന്നെ അയാൾ എന്തെങ്കിലും കാരണം കാത്തിരിക്കാം നമ്മുടെ സാലറി വെട്ടിക്കുറയ്ക്കാൻ. ആ എന്തായാലും ഞാൻ പോയി വാങ്ങാനുള്ളത് വാങ്ങിച്ചിട്ട് വരാം. അയാളുടെ റൂമിൽ കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. കാരണം അങ്ങേരെന്നെ കണ്ടത് ഇംഗ്ലീഷിൽ കുറെ തെറി. നമുക്ക് പിന്നെ അതിന്റെ മീനിങ് ഒന്നും മനസ്സിലാകാത്തത് കൊണ്ട് എല്ലാം ചിരിച്ചോണ്ട് കേട്ടു. ഏതോ പേഷ്യന്റിനെ ശ്രദ്ധിച്ചില്ലെന്ന കുറ്റമാണ് ഞാൻ ഇന്ന് ചെയ്തത്. അങ്ങനെ അന്നത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് അവിടെ നിന്നിറങ്ങി ഹോസ്റ്റലിലേക്ക് വിട്ടു. റൂമിൽ വന്ന് ഫ്രഷ് ആകാനായി ടവലെടുത്ത് മാളുവിനെ നോക്കിയപ്പോ അവൾ റൂമിലേക്ക് കയറിയപ്പോഴെ ബെഡിലേക്ക് ചാഞ്ഞു. ഇവളെ പറഞ്ഞിട്ട് കാര്യമില്ല, ബെഡ് കണ്ടാലേ ഇവള് ശവമാ. കയ്യിലെ വാച്ചഴിച്ച് മേശയ്ക്ക് മുകളിൽ വെച്ചു. കൂട്ടത്തിൽ കഴുത്തിലെ താലിമാല. കുറച്ചു നേരം ആ താലിയിൽ തന്നെ നോക്കിയത് എന്റെ മിഴികൾ നിറയാൻ തുടങ്ങി. വേണ്ട, ഇനി ഓർക്കരുതൊന്നും. എല്ലാം അവസാനിച്ചു എന്നേക്കുമായി. അമ്മൂസേ, ദേടി നോക്കിയേ, ഇന്നലെ നമ്മൾ വായി നോക്കിയ ജിമ്മൻ ചേട്ടനല്ലേ? ശരിയാടി, ഇപ്പോഴും ഫോൺ വിളിയാണല്ലോ. ഇനി ഇന്നലത്തെ പോലെ കാറെ കയറാൻ നേരം നമ്മൾ സൈറ്റ് അടിച്ച് കാണിക്കുവോ? അങ്ങനെയാണെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ ഞാനൊരു ഫ്ലൈങ് കിസ് കൊടുത്തിരിക്കും. വഴിയെ പോകുന്ന തല്ലു വാങ്ങിച്ചു കൂട്ടാനാണ് മോളെ മാളു നിന്റെ പുറപ്പാടെങ്കിൽ അതിൽ എന്നെ പെടുത്തണ്ട.
ഓ, നെഗറ്റീവ് പറയാതൊരു കോപ്പേ. ഞാനും മാളും സ്ഥിരം വായുനോക്കൽ പരിപാടി ആരംഭിച്ചു. ഇന്നലത്തെ പോലെ ആ ജിമ്മൻ ചേട്ടനാണ് ഞങ്ങളുടെ ഇര. പുള്ളി ATM നിന്ന് ക്യാഷൊക്കെ എടുത്ത് കാറിൽ കയറിയ നേരം ഞങ്ങളെ നോക്കി സൈറ്റ് അടിച്ചു. അപ്പൊ തന്നെ മാളു അയാൾക്ക് പറഞ്ഞ പോലെ തന്നെ ഒരു ഫ്ലൈയിങ് കിസ് പറത്തിവിട്ടു. അയാൾ ഞെട്ടി മാളുവിനെ നോക്കിയിട്ട് പിന്നെ ഒരു കള്ളച്ചിരി ചിരിച്ചു ഒറ്റ പോക്കായിരുന്നു. മാളുവിനെ നോക്കിയപ്പോ അവൾ എന്നെ നോക്കി എങ്ങനെയുണ്ടെന്ന രീതി വിജയിച്ചിരി ചിരിച്ച് പുരികമുയർത്തി. ഞാൻ അപ്പോ തന്നെ പുച്ഛവും വാരി വിട്ടു. ഞങ്ങൾക്ക് പോകാനുള്ള ബസ് വന്നത് വേഗം കയറി ഹോസ്പിറ്റലിലേക്ക് വിട്ടു. ഹോസ്പിറ്റൽ വന്നിറങ്ങിയപ്പോ എല്ലാവരും പുറത്തു നിൽക്കുന്നു. ഇതെന്താടി അമ്മൂസേ എല്ലാരും വെളിയിൽ നിൽക്കുന്നേ? ആ, അറിയില്ലടി. നിനക്ക് പിന്നെ എന്തോന്നറിയാം? നീ പിന്നെ എല്ലാം അറിഞ്ഞവളായതുകൊണ്ടാവും എന്നോട് ചോദിച്ചത്. ഓ, മതി മതി, നമ്മൾ എന്തിനാ വെറുതെ ഇതിനു വേണ്ടി വഴക്കൂടുന്നേ? എന്തായാലും അങ്ങോട്ടല്ലേ പോകുന്നേ. കാര്യം എന്താണെന്ന് അപ്പ അറിയാം. അത് തന്നെയാ എനിക്കും പറയാനുള്ളത്. ഞാൻ അവളെ മൈൻഡ് ചെയ്യാതെ ഹോസ്പിറ്റലിലെ മഞ്ഞപത്രമായ ലക്ഷണ എന്ന ലക്ഷണം കെട്ടവളോട് എന്താ ഇവിടെ എല്ലാവരും കൂട്ടത്തോടെ നിൽക്കുന്നതെന്ന് വളരെ പതിയാണ് ചോദിച്ചത്. എന്നാ അവളുടെ മറുപടി ഒരു ജില്ല മുഴുവൻ കേൾക്കുന്ന വിധത്തിലായിരുന്നു. ഓ, നിങ്ങൾ ഇവിടെ നിന്നും അല്ലേ വർക്ക് ചെയ്യുന്നേ? അതെങ്ങനെ, വേറെ പലതിലും അല്ലേ നിങ്ങൾ രണ്ടിന്റെ ശ്രദ്ധയൊക്കെ? ഇനി ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ രണ്ടും അറിഞ്ഞില്ലെന്ന് വേണ്ട. നമ്മുടെ ഹോസ്പിറ്റൽ വേറെ ഒരു 2 മാസം മുമ്പേ വാങ്ങിച്ചിരുന്നല്ലോ. ആ സാർ എന്ന് വെച്ചാൽ നമ്മുടെ ഹോസ്പിറ്റലിലെ ഓണർ ഇന്ന് വരും. അതിന്റെ സ്വീകരണ പരിപാടികളാണ് ഈ നടക്കുന്നതൊക്കെ. ഞാനൊന്ന് ചുറ്റും കണ്ണോടിച്ചു. എല്ലാ കണ്ണുകളും എന്നെ മാളുവിനെ ഉറ്റുനോക്കുകയാണ്. മാളുവാണെങ്കിൽ നിനക്ക് അവളോട് തന്നെ സംശയം ചോദിക്കണമായിരുന്നല്ലേടി എന്ന എക്സ്പ്രഷൻ ഇട്ട് കണ്ണുരുട്ടുക. ഏത് സമയത്താണോ എനിക്ക് പട്ടിയോട് ചോദിക്കാൻ തോന്നിയത്. ആ സീനിയർ ഡോക്ടർ ആണെങ്കിൽ കാലിപ്പിച്ച് നോക്കുന്നുണ്ട്. നിനക്ക് തൃപ്തിയായല്ലോ? മാളുവിന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ അവളെ കൂർപ്പിച്ചു നോക്കി മുഖം തിരിച്ചു. പെട്ടെന്നാണ് ചുറ്റും മണ്ണ് പറത്തിക്കൊണ്ട് ഒരു കാർ വന്നത്. സാറിനെ സ്വീകരിക്കാനായി ലക്ഷണം കെട്ടവൾ മുന്നോട്ട് നടന്നതും മാള് ഞങ്ങളെ രണ്ടുപേരെ എല്ലാവരുടെ മുന്നിൽ കൊച്ചാക്കിയ ദേഷ്യത്തിൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന ബൊക്ക പിടിച്ചു വാങ്ങി ഡോറിന്റെ ഭാഗത്തായി വന്നതെന്ന് അവളെ നോക്കി പുച്ഛിച്ചു. ഞാനാണെങ്കിൽ ഇതൊന്നും എന്നെ ബാധിക്കില്ല എന്ന രീതിയിൽ വായ്ക്കോട്ടയിട്ട് നിന്നു. ഡോർ തുറന്നിറങ്ങിയ ആളെ കണ്ട് ഞാൻ ഞെട്ടി വാ തുറന്നു നിന്നു. എന്റെ ചക്കുളത്തമ്മേ, പെട്ട്! ഇതാ ജിമ്മൻ ചേട്ടനല്ലേ? ദയനീയമായി മാളുവിനെ നോക്കിയപ്പോ അവൾ കഷ്ടപ്പെട്ട് ചിരിയൊക്കെ വരുത്തി ജിമ്മൻ ചേട്ടനെ അല്ല സാറിനെ സ്വീകരിച്ചു. ഇനി സാറാണല്ലോ ഞങ്ങളുടെ, അതാ കുറച്ച് ബഹുമാനം കൊടുക്കാന്ന് വെച്ചത്. സാറ് സ്പെക്സ് ഊരി മാളുവിനെ നോക്കി കള്ളച്ചിരി ചിരിച്ച് മുന്നോട്ട് നടന്നു. പോകുന്ന പോക്കി എന്നെ ഒന്ന് നോക്കിയിട്ടാണ് പോയത്. ശേ, നാണം കെട്ടു. ജിമ്മൻ ചേട്ടന്റെ അല്ല സാറിന്റെ പേര് ഡോക്ടർ ദശാനന്ദ്. നല്ല അടിപൊളി പേരല്ലേ? അന്ന് രാവിലെ മുതൽ മാളുവിനായിരുന്നു പണി മുഴുവൻ കിട്ടിയത്. കാരണം ഹോസ്പിറ്റൽ മുഴുവൻ സാറിനെ കാണിച്ചു അവിടെയുള്ളവരെ പരിചയപ്പെടുത്താനുമുള്ള ചുമതല മാളുവിനായിരുന്നു സീനിയർ ഡോക്ടർ കൊടുത്തിരുന്നത്. അതുകൊണ്ട് അവൾ ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു വഴിയായെന്ന് പറയാം. എന്നാൽ ലക്ഷണം കെട്ടവൾക്ക് ഇതൊന്നും പിടിക്കാത്തത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവളെ എന്നെ കണ്ണുരുട്ടി പേടിപ്പിക്കലായിരുന്നു അവളുടെ അന്നത്തെ പണി. വൈകുന്നേരം ഞങ്ങൾ ജോലി കഴിഞ്ഞിറങ്ങിയതും ഞങ്ങൾക്ക് മുന്നിലെ ദർശൻ സാർ വന്നു നിന്നു. നോട്ടം മുഴുവൻ മാളുവിനെയായിരുന്നു. ഞാനും മാളും പരസ്പരം നോക്കിയിട്ട് ചോദ്യഭാവേന സാറിനെ നോക്കി. ഹായ് ഗൈസ്, നിങ്ങൾ രണ്ടും എന്താ എന്നെ കണ്ടിട്ട് ഒരു മൈൻഡും ഇല്ലാതെ? ഒന്നുമില്ലെങ്കിലും നിങ്ങൾ ഇന്നും ഇന്നലെ വായി നോക്കിയ ആളല്ലേ. ആ പരിചയം വെച്ചെങ്കിലും നിങ്ങൾക്ക് മിണ്ടിക്കൂടെ? ഇയാ ഞങ്ങളെ ആക്കിയതാണോന്നൊരു ഡൗട്ട്. എന്തായാലും ആളറിയാതെ വായി നോക്കി ഒരു സോറി പറഞ്ഞേക്കാം. അത് പിന്നെ സാർ, സോറി, ഞങ്ങൾ ആളറിയാതെ. ഓഹോ, അപ്പൊ ആളാരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നോക്കില്ലായിരിക്കും. പുല്ല്, ഒന്നും പറയണ്ടായിരുന്നു. മാളു അഗൈൻ എന്നെ നോക്കി കണ്ണുരുട്ടാൻ തുടങ്ങി. ആ, എന്തായാലും ഇനി എന്നും ഞാൻ ഹോസ്പിറ്റലിൽ കാണാം. നിങ്ങൾക്കിനി കഷ്ടപ്പെട്ട് ബസ് സ്റ്റാൻഡിൽ ഇരുന്ന് വായി നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഓക്കെ ഗൈസ്, നമുക്ക് ഇനിയും കാണാം. അങ്ങനെ കാറി കയറി പോയത് ഞാൻ മാളുവിനെ നോക്കി. അവൾ കലിപ്പിൽ എന്റെ നേരെ തിരിഞ്ഞു. നീ ഒറ്റ ഒരുത്തി കാണാം ഇതെല്ലാം ഉണ്ടായത്. ഞാനോ? ഇന്ന് രാവിലെ ഫ്ലൈയിങ് കിസ് വരെ കൊടുത്തവളാ ഇപ്പൊ എന്റെ നേരെ ചാടിക്കടിക്കുന്നേ. ആ, നീ തന്നെ. നീ അല്ലേ ആദ്യം എനിക്ക് അങ്ങനെ കാണിച്ചു തന്നത്? ആഹാ, ഇപ്പൊ അങ്ങനെയായോ? അങ്ങയുടെ ചോര ഊറ്റി ഊറ്റി കുടിച്ച് രാവിലെ ഫ്ലൈയിങ് കിസ് വരെ കൊടുത്തു വിട്ടതൊക്കെ ഞാൻ കാരണമാണോ? നീ ഇനി എന്നോട് മിണ്ടണ്ട. ദേ എന്റെ മാളുക്കൊച്ച് കളിച്ചിരിക്കാതെ ശരിക്കുമുള്ള കാരണം എന്താണെന്ന് പറ. ആ സീനിയർ ഡോക്ടർ ഇല്ലേ ഇപ്പൊ ഈ ജിമ്മന്റെ കീഴിലേക്ക് എന്നെ ഡ്യൂട്ടി ഷിഫ്റ്റ് ചെയ്തേക്കുവാ. ഓ, അപ്പൊ അതാണ് കാര്യം. ഇത് നല്ലതല്ലേ? നിനക്കിനി എന്നും അയാളെ വായി നോക്കാൻ പറ്റുമല്ലോ. ഞാനും നിന്നെ പോലെ ആദ്യം ഇത് കേട്ടപ്പോ സന്തോഷിച്ചെങ്കിലും ആ ജിമ്മ എന്നെ ഇടയ്ക്കിടയ്ക്ക് സൈറ്റടിച്ച് കാണിക്കുന്ന പതിവായിട്ടുണ്ട്. അതും പോരാന് അങ്ങയുടെ പരിഹാസത്തോടെയുള്ള ചോദ്യങ്ങൾ. എത്ര പേർക്ക് ഇതുപോലെ ഫ്ലൈയിങ് കിസ് കൊടുത്തിട്ടുണ്ട്. സ്ട്രേഞ്ചേഴ്സിന് ഫ്ലൈയിങ് കിസ് കൊടുക്കുന്ന കോഴ്സ് എവിടെ നിന്നാ പഠിച്ചത്? അങ്ങനെ മനുഷ്യനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന അങ്ങയുടെ മുടിഞ്ഞ ഡൗട്ട്സ്. ആഹാ, അങ്ങനെ ചോദിച്ചു? നിന്റെ വായിക്കകത്ത് പിന്നെ എന്തുവായിരുന്നു? കോഴിക്കട്ട പുഴുങ്ങി വെച്ചേക്കുമായിരുന്നു. വാ തുറന്ന് പറഞ്ഞുകൂടായിരുന്നു നമ്മൾ 10ാം ക്ലാസ് തൊട്ട മൗത്ത് ലുക്കിങ്ങിന് ഡിഗ്രി എടുത്തതെന്ന്? ഞാനപ്പോ ഒരു മിനിറ്റ്, നീ ഇപ്പൊ എന്താ പറഞ്ഞേ? ഡി പട്ടി! അവൾ ചീറിക്കൊണ്ട് എന്റെ നേരെ വന്നത് ഞാൻ അടക്കി പിടിച്ച ചിരി പൊട്ടിച്ചിരിയിലേക്ക് മാറി. പെട്ടെന്ന് അവിടെ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് ഓടി.
ഇന്ന് ലീവായതുകൊണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോഴാണ് എന്തൊക്കെയോ തട്ടിയും മുട്ടിയുമുള്ള ശബ്ദമൊക്കെ കേട്ടത്. ഉറക്കം പറഞ്ഞ ദേഷ്യത്തിൽ എഴുന്നേറ്റ് മാളുവിനെ നോക്കിയപ്പോ കുരിശ് വരച്ച പോലെ ഒരു കിടപ്പ. അവളുടെ ഒരു തുമ്പിക്കൈ എന്റെ കഴുത്തിലും. മാളുവിന്റെ കിടപ്പ് കണ്ട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് അവളുടെ ഹെലനോ സ്പാട്ടക്കിട്ടൊന്ന് കൊടുത്തിട്ട് റൂമിന് വെളിയിലേക്ക് ഓടി. ജനൽ വഴി സൗണ്ട് കേട്ട ഭാഗത്തേക്ക് നോക്കി. അപ്പുറത്തെ വീട്ടിൽ നിന്നാണ്. ഫർണിച്ചറൊക്കെ കുറച്ചു പേരെടുത്ത് വീടിനകത്തേക്ക് വെക്കുന്നുണ്ട്. ഇനി പുതിയ താമസക്കാർ വല്ലോ വന്നു കാണും, അതായിരിക്കും. ഞാൻ പല്ല് തേച്ച് മുഖം കഴുകിയ ഒരു ചായയൊക്കെ ആയിട്ട് വെളിയിലെ ചേറിലിരുന്ന് പത്രം നിവർത്തി എന്റെ മെഡല ഒബ്ലങ്കേറ്റയിലേക്ക് അറിവുകൾ പകർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഗുണമൊന്നുമില്ല എന്നറിയാം, എന്നാലും ചെറിയൊരു പരിശ്രമം. വടക്കൻ സിക്കിം അതിർത്തി കടന്നു കയറാൻ ചൈനീസ് സേനയുടെ ശ്രമം. വാട്ട്? ചൈനയ്ക്ക് ഇത് എന്തിന്റെ സുഖേടാ? അവിടെ വല്ലതും അടങ്ങിയിരുന്നാ പോരെ. ഇനി ചിലപ്പോ ഇവരുടെ കൈ പ്ലെയിനിൽ പോകാനുള്ള പാസ്പോർട്ടൊന്നും കാണില്ല. പൈസയുടെ ഒരു ബുദ്ധിമുട്ട് കാരണം അവർ പാസ്പോർട്ട് ഇല്ലാതെ വരാൻ നോക്കിയത് കൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചത്. ശോ, പാവങ്ങൾ. നെക്സ്റ്റ് വാർത്ത നോക്കട്ടെ. സോള CBIക്ക് വിട്ടത് മന്ത്രിമാർ അറിയാതെ. ഓഹോ, അപ്പൊ മന്ത്രിമാർ അറിഞ്ഞിരുന്നെങ്കിൽ വിടില്ലായിരുന്നോ? കയറ്റുമതിക്കാരെ വെള്ളം കുടിപ്പിച്ച് ചൈന. എന്തിന്? കയറ്റുമതിക്കാർക്കൊക്കെ വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നാ പോരെ. ഇനി ചൈനയിലെ വെള്ളത്തിന് എന്തെങ്കിലും സ്പെഷ്യൽ പവർ ഉണ്ടെങ്കിലോ? രേഷു, നടക്കാൻ പ്രയാസമൊന്നും ഇല്ലല്ലോ? പെട്ടെന്നുള്ള ആ ശബ്ദത്തിന്റെ ഉറവിടം തേടി എന്റെ കണ്ണുകൾ അലഞ്ഞപ്പോ കണ്ടത് അപ്പുറത്തെ വീട്ടിലേക്ക് രേഷ്മയുടെ തോളി പിടിച്ച് പിച്ച വെപ്പിക്കുന്ന എന്റെ കെട്ടുവിനെയാണ്. ആരെയാണോ ഞാൻ ഇതുവരെ കാണരുതെന്ന് വിചാരിച്ചത്, അവരിപ്പോ ദേ എന്റെ കൺമുന്നിൽ. ഒരുമിച്ചുള്ള അവരുടെ നിൽപ്പ് കണ്ട് കണ്ണ് കനലെരിഞ്ഞു. കയ്യിലുണ്ടായിരുന്ന പത്രം വലിച്ചു കീറി കളഞ്ഞ് ചാടിത്തുള്ളി അകത്തേക്ക് കയറി. നാശം പിടിക്കാനായിട്ട് അവളെ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തു? അവളെ പറയുന്നത് എന്തിനാ? കൂടെ എന്റെ കെട്ടിയോനെന്നും പറയുന്ന ഒരുത്തനുണ്ടല്ലോ. എല്ലാം ഇട്ടെറിഞ്ഞ് പോയതല്ലേ. വീണ്ടും വീണ്ടും എന്റെ സമനില നശിപ്പിക്കാൻ വേണ്ടി ഇവരെന്തിനാ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്? ഇന്ന് ലീവ് എടുക്കണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോയിരുന്നെങ്കിൽ എനിക്ക് കാഴ്ച കാണേണ്ട ഗതി വരില്ലായിരുന്നു. ബാത്റൂമിൽ കയറി എത്ര വട്ടം മുഖത്തേക്ക് വെള്ളം തളിച്ചെന്നറിയില്ല. ആ കാഴ്ച മനസ്സിൽ നിന്ന് മായ്ക്കാൻ ശക്തിയിൽ മുഖത്തേക്ക് വെള്ളം തെറിപ്പിച്ചുകൊണ്ടിരുന്നു. ഹാളിലെ സോഫയിലേക്ക് വന്നിരുന്ന് ടെൻഷനോടെ നഖം കടിച്ചിരുന്നു. അപ്പൊ അവരാണ് അടുത്ത വീട്ടിലെ പുതിയ താമസക്കാർ. ഇങ്ങനെ കെട്ടിയൻ തന്നെയാണോ? ഭാര്യയെ കാണാതെ പോയിട്ട് ഒന്ന് അന്വേഷിച്ചു. എങ്ങനെ അന്വേഷിക്കും? പൂർവ്വ കാമുകിയുള്ളപ്പോൾ എന്നെ എന്തിനാ? ഓ, എന്റെ സ്വസ്ഥത മുഴുവൻ അവരുടെ വരവോടെ പോയല്ലോ. ഡി അമ്മൂസേ, എന്താടി? കുറെ നേരം ആയല്ലോ നീ കാട് കയറി ചിന്തിക്കാൻ തുടങ്ങിയിട്ട്. ഒന്നുമില്ല. എന്തോ ഉണ്ടല്ലോ, നിന്റെ മുഖം കണ്ടാൽ അറിയാം. എന്തോ ടെൻഷൻ ഉണ്ടത്. എന്താടി കാര്യം? നിന്നോടല്ലടി പന്ന മോളെ ഞാൻ പറഞ്ഞ ഒന്നുമില്ലെന്ന്. നീ ആരാണെന്നാണ് നിന്റെ വിചാരം? എന്റെ കൺമുന്നിൽ കിടന്ന് കുറെ ഷോ കാണിച്ചാൽ ഞാൻ അങ്ങ് തളരുമെന്നാണ് നിന്റെ വിചാരെങ്കിൽ നിനക്ക് തെറ്റി. എന്നെ നിനക്ക് ശരിക്കും അറിയില്ല. നീ കാണിച്ചു കൂട്ടിയതിനെല്ലാം കൂടി ചേർത്ത് ഞാൻ താരുന്നുണ്ട്. കരുതിയിരുന്നോ നീ? അത്രയും കലിപ്പിൽ ഞാൻ പറഞ്ഞ് റൂമിൽ കയറി വലിയ ശബ്ദത്തിൽ വാതിൽ വലിച്ചടച്ചു. ഇവിടെ ഇപ്പൊ ആരാ പടക്കം പൊട്ടിച്ച് എന്ന എക്സ്പ്രഷൻ ഇട്ട് മാളു. ലാസ്റ്റ് അവൾക്ക് ഭ്രാന്ത എന്ന നിഗമനത്തിലെത്തി മാളു അടുക്കളയിലേക്ക് വിട്ടു. രേഷ്മയുടെ എന്റെ കെട്ടിയനോടുള്ള ദേഷ്യം മാളുവിന്റെ മേലെ തീർത്തു. പാവം ഇപ്പൊ വിഷമിച്ചിരിക്കുകയായിരിക്കും. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഡൈനിങ് ടേബിളിൽ വന്നിരുന്നതും അവൾ ദോശയും ചമ്മന്തിക്കറി ആർത്തിയോടെ കഴിക്കുമായിരുന്നു. അല്ലെങ്കിൽ ഇവൾ വിഷമിച്ചിരിക്കുമായിരിക്കുമെന്ന് വിചാരിച്ച എന്നെ വേണം പറയാൻ. എന്നെ കണ്ടത് അവൾ അടുത്ത ദോശയും വായിലോട്ട് കുത്തിക്കയറ്റി. മാളൂടാ, സോറി. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയതാ. എനിക്കറിയാടി കാര്യം. അതൊക്കെ നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നീ അറിഞ്ഞായിരുന്നോ? നീ എന്നോട് ഓരോന്ന് വിളിച്ചു കൂവിയിട്ട് പോയില്ലേ? അത് കഴിഞ്ഞപ്പോഴാ നിന്റെ പ്രശ്നം എനിക്ക് മനസ്സിലായത്. നീ വിഷമിക്കേണ്ട, എല്ലാത്തിനും ഞാൻ വഴി കണ്ടിട്ടുണ്ട്. ഇനി എങ്ങനെ പരിഹരിക്കാനാ? ഇനി ഒന്നും നടക്കില്ല. ഞാനല്ലേ നിന്നോട് പറയുന്നത് ഇതിനൊക്കെ പരിഹരിക്കാൻ പറ്റും. അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്ത് വഴി? എന്റെ പപ്പയുടെ ഫ്രണ്ടാണ് സാമുവൽ ഡോക്ടർ. അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ പപ്പയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. കുറച്ചു കഴിഞ്ഞ് നമുക്ക് അദ്ദേഹത്തെ വിളിച്ച് കാര്യമെല്ലാം പറയാം. നീ എന്തൊക്കെയായി പറയുന്നേ? എന്റെ പ്രശ്നത്തിന് സാമുവൽ ഡോക്ടർ എന്തിനാ വിളിക്കുന്നേ? എടി, ഇപ്പൊ നിന്റെ മനോനില തെറ്റിയിരിക്കുക. എന്റെ ഊഹാബോധത്തിൽ ഇത് ഫസ്റ്റ് സ്റ്റേജ് ആണെന്നാണ് തോന്നുന്നത്. സാമുവൽ ഡോക്ടർ വന്ന നിന്നെ ലാസ്റ്റ് സ്റ്റേജിൽ എത്തിക്കാതെ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നിന്നെ നോർമൽ ആക്കിയിരിക്കും. നീ പറഞ്ഞു വരുന്നത് എനിക്ക് ഭ്രാന്താണെന്നാണോ? ഏയ് അല്ല, ചെറിയൊരു വാട്ട് അത്രേ ഉള്ളൂ എന്റെ കുട്ടിക്ക്. പട്ടി ഒട്ട് നിന്റെ മറ്റവനടി. അമ്മൂസിന്റെ ഭരണിപ്പാട്ടി കഴിച്ചുകൊണ്ടിരുന്ന ദോശ മാളുവിന്റെ തൊണ്ടയിൽ കുടുങ്ങി. ഇറക്കാനും കളയാനും പറ്റാത്ത അവസ്ഥയിൽ ചുമച്ചൊരു വഴിയായതിനാൽ അമ്മൂസ് മാളുവിന്റെ തലക്കെട്ട് പറ്റാവുന്ന അത്രയും കൊട്ടുകൊടുത്തു. ഒരു ജഗ്ഗിലെ വെള്ളം മുഴുവൻ കുടിപ്പിച്ചു തീർത്തു. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. മാളുവിനോട് അപ്പുറത്തെ വീട്ടിലെ പുതിയ താമസക്കാർ എന്റെ കെട്ടിയോനും അങ്ങയുടെ പഴയ കാമുകിയുമാണെന്ന കാര്യം ഞാൻ പറഞ്ഞു. ചിലപ്പോ ഇനി നിന്നെ തിരക്കി വന്നതാണെങ്കിലോ? എന്നാ ഇങ്ങോട്ടല്ലേ വരേണ്ടേ? അതും ശരിയാ. അല്ലേടി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? വട്ടത്തരമാണെങ്കിൽ എനിക്ക് കേൾക്കണ്ട. ഇത് വട്ടത്തരമല്ല, നിന്നെ ചെറുതായിട്ട് ടെൻഷനാക്കുന്ന കാര്യമാ. എന്താണെങ്കിലും വളച്ചേട്ടാ പറയടി. അതെ, നീ ശബരിയേട്ടനെ ഇപ്പൊ പിരിഞ്ഞിരിക്കുക എന്ന് വെച്ച് ഡിവോഴ്സ് ആയിട്ടില്ല.
അതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് നിന്റെ കെട്ടിയനും അങ്ങയുടെ എക്സ് ലവറും ഒരു വീട്ടിൽ, ഇനി ചിലപ്പോ ഒരു മുറിയിൽ. നോ! കാതുപൊത്തി മിഴികൾ ഇറുകിയടച്ച് വലിയ ശബ്ദത്തിൽ ഞാൻ അലറി.